ഒരു കമ്പനിയുടെ കീ മാനേജറിയൽ പേഴ്സൺസ്, അതായത് കമ്പനിയുടെ ടോപ്പ് എൻഡിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ, ലൈക്ക് സിഇഒ, MD, ഫുൾ ടൈം മാനേജിംഗ് ഡയറക്ടർ, മാനേജേഴ്സ്, കമ്പനി സെക്രട്ടറി പോലത്തെ ആളുകൾക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ. ഏത് ക്വാളിഫിക്കേഷൻ കഴിഞ്ഞ ആളുകൾക്കാണ് കമ്പനിയുടെ ഈ സെക്ഷനിലൊക്കെ വർക്ക് ചെയ്യാൻ സാധിക്കുക? കമ്പനി സെക്രട്ടറി, അതായത് CS. ലിസ്റ്റഡ് ചെയ്ത കമ്പനികളിൽ 10 കോടിയോ അതിന്റെ മേലെയോ ക്യാപിറ്റലുള്ള കമ്പനികളിൽ ഒരു കമ്പനി സെക്രട്ടറിയെ ഫുൾ ടൈം വെക്കണം എന്നുള്ള നിയമമുണ്ട്. 1980 ദ ആക്ട് ഓഫ് കമ്പനി സെക്രട്ടറി, ദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്പനി സെക്രട്ടറി ഓഫ് ഇന്ത്യ ICSI എന്ന പാർലമെന്ററി ബോർഡിന് കീഴിലുള്ള ഒരു എസ്റ്റീംഡ് പ്രോഗ്രാമാണിത്. കമ്പനി സെക്രട്ടറി അഥവാ CS-ന്റെ കോഴ്സ് ഡീറ്റെയിൽസ് എങ്ങനെയാണെന്നുള്ള കറക്റ്റ് ആയിട്ട് പറഞ്ഞുതരാം. 3 ലെവലുകളായിട്ടാണ് +2 കഴിഞ്ഞ സ്റ്റുഡൻസിന് ഈ കോഴ്സ് ചെയ്യാൻ സാധിക്കുന്നത്. ഫസ്റ്റ് ലെവലിൽ നമുക്ക് വരുന്നത് ഫൗണ്ടേഷൻ ആണ്, അതിന്റെ കൂടെ തന്നെ ഒരു എൻട്രൻസ് ആണ്. CSEET എന്ന് പറയും, കമ്പനി സെക്രട്ടറി എക്സിക്യൂട്ടീവ് എൻട്രൻസ് ടെസ്റ്റ്. ഫസ്റ്റ് ലെവലിൽ നമുക്ക് ഈ ഒരു എൻട്രൻസ് ആണ് നമുക്ക് ക്ലിയർ ചെയ്യാനുള്ളത്, ഫൗണ്ടേഷൻ ടെസ്റ്റ് ആണ്. രണ്ടാമത്തെ ലെവലിൽ വരുന്നത് നമുക്ക് എക്സിക്യൂട്ടീവ് പ്രോഗ്രാം ആണ്. മൂന്നാമത്തേതായിട്ട് നമുക്ക് വരുന്ന ലെവലാണ് പ്രൊഫഷണൽ പ്രോഗ്രാം. ഇത് കംപ്ലീറ്റ് കഴിഞ്ഞാൽ, ഫസ്റ്റ് ലെവൽ കംപ്ലീറ്റ് കഴിഞ്ഞാൽ രണ്ടാമത്തത് എക്സിക്യൂട്ടീവ് പ്രോഗ്രാം ആണ്. രണ്ടാമത്തെ സെക്ഷൻ ആണ് വരുന്നത്. അതിൽ 7 സബ്ജക്റ്റുകളാണ് ഉണ്ടാവുക, 2 ഗ്രൂപ്പുകളായിട്ട്. മൂന്നാമത്തേതായിട്ട് പ്രൊഫഷണൽ ലെവലാണ്, അതിലും 7 സബ്ജക്റ്റുകൾ തന്നെയാണ് ഉണ്ടാവുക. അതിൽ 2 സബ്ജക്റ്റുകൾ നമുക്ക് എലക്ടീവ് പേപ്പേഴ്സ് ആയിരിക്കും, അതുപോലെ തന്നെ ഓപ്പൺ ബുക്ക് എക്സാമും ഉണ്ടാവുന്നതായിരിക്കും. CS പ്രോഗ്രാമിന് നമ്മൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ആർട്ടിക്കൽ ഇന്റേൺഷിപ്പ് മാൻഡേറ്ററി ആണ്. 21 മാസത്തെ ആർട്ടിക്കൽ ഇന്റേൺഷിപ്പ് ആണ് നിർബന്ധമായിട്ട് നമ്മൾ ചെയ്യേണ്ടത്. അതിന് നമ്മൾ പ്രോഗ്രാം കഴിയുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. എക്സിക്യൂട്ടീവ് ലെവൽ നമ്മൾ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അപ്പൊ നമ്മൾ പഠിക്കുന്ന ആ കാലയളവിൽ തന്നെ നമുക്ക് ആർട്ടിക്കൽ ഇന്റേൺഷിപ്പ് നമുക്ക് അത് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാൻ സാധിക്കുന്നതാണ്. എൻഡ് വരെ ഫൈനൽ എക്സാം കഴിയുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അതുപോലെ പ്രൊഫഷണൽ ലെവലിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓറിയന്റേഷൻ പ്രോഗ്രാമും അതുപോലെ തന്നെ ഡെവലപ്മെന്റ് പ്രോഗ്രാമും കൂടി ഉണ്ട്. അതുകൂടി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ICSIയുടെ മെമ്പർഷിപ്പ് ലഭിക്കും. CS പ്രോഗ്രാം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്റ്റുഡൻസിന് ഒരു സന്തോഷ വാർത്ത കൂടി ഉണ്ട്. നമ്മൾ 50% മാർക്കിൽ പാസ്സായ ഗ്രാജുവേറ്റ്സ് ആണെങ്കിൽ നമുക്ക് ഫസ്റ്റ് ലെവലിലുള്ള എൻട്രൻസ് എക്സാം എഴുതാതെ തന്നെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എക്സിക്യൂട്ടീവ് പ്രോഗ്രാം സെക്കൻഡ് ലെവലിലേക്ക് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ആക്സസ് കിട്ടുന്നതായിരിക്കും. CS ക്വാളിഫൈഡ് ആവുന്ന ആളുകൾക്ക് കമ്പനികളിൽ ലഭിക്കാൻ പോകുന്ന പോസ്റ്റുകൾ കീ മാനേജർ പൊസിഷൻസ് ആയിരിക്കും. അതായത് CEO, മാനേജിംഗ് ഡയറക്ടർ, ഫുൾ ടൈം മാനേജിംഗ് ഡയറക്ടർ, അതുപോലെ തന്നെ മാനേജർ പോസ്റ്റുകൾ അതുപോലത്തെ ഹൈ എൻഡ് പൊസിഷൻസ് ആയിരിക്കും നമുക്ക് ലഭിക്കാൻ പോകുന്നത്. ഇനി സെൽഫ് പ്രാക്ടീസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവർക്കും ഒരുപാട് അവസരങ്ങളുണ്ട്. GST പ്രാക്ടീഷണർ, അതുപോലെ തന്നെ ഇൻകം ഓഡിറ്റർ, അതുപോലെ തന്നെ കോർപ്പറേറ്റ് ലോ എക്സ്പേർട്ട് പോലത്തെ പൊസിഷനിലും നമുക്ക് ഇത് വർക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. കമ്പനികളിൽ ടോപ്പ് ലെവലിൽ വൈറ്റ് കോളർ ജോബ് ഒക്കെ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കോഴ്സ് തന്നെയാണ് കമ്പനി സെക്രട്ടറി, അതായത് CS. CS-നെ കുറിച്ചുള്ള എന്തെങ്കിലും സംശയങ്ങളോ ക്ലാരിറ്റി വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ടുള്ള ഒരു ഗൈഡ്ലൈൻസ് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും.